കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ചയെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങൾ വീണ്ടും ശക്തമാകുകയാണ്. പി.ജെ. ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ ആഭ്യന്തര കലഹമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിൽ സ്വന്തം മകൻ അബു ജോൺ ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള പി.ജെ. ജോസഫിന്റെ നീക്കമാണ് പാർട്ടിക്കുള്ളിൽ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പതിറ്റാണ്ടുകളായി പാർട്ടിക്കായി പ്രവർത്തിച്ച മുതിർന്ന നേതാക്കളെയും പ്രവർത്തകരെയും തഴഞ്ഞ് സ്വന്തം മകനെ മുന്നോട്ട് നിർത്താനുള്ള നീക്കം തുറന്ന കുടുംബവാഴ്ചയുടെ ഉദാഹരണമാണെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വിമർശനം. പാർട്ടിയുടെ വളർച്ചയ്ക്കായി വർഷങ്ങളായി പ്രവർത്തിച്ച പ്രവർത്തകരുടെ പരിശ്രമങ്ങളെ അവഗണിച്ച് കുടുംബാംഗങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തിയത്. ഈ വിഷയത്തിൽ സോഷ്യൽ മാധ്യമങ്ങളിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പാർട്ടിയുടെ അടിത്തറയിൽ പ്രവർത്തിച്ചവരെ അവഗണിച്ച് കുടുംബാംഗങ്ങൾക്ക് സ്ഥാനങ്ങൾ ഉറപ്പാക്കുന്ന രാഷ്ട്രീയ സംസ്കാരം അവസാനിപ്പിക്കണമെന്നും പ്രവർത്തകർ തുറന്നടിക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വം ജനാധിപത്യപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിടത്ത് കുടുംബ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണെന്നാണ് ആരോപണം. ഇതോടൊപ്പം തന്നെ മറ്റൊരു ഗുരുതര ആരോപണവും ഉയരുന്നുണ്ട്. ഇടുക്കി ലോക്സഭാ സീറ്റ് കോൺഗ്രസിന് നിരുപാധികം വിട്ടുകൊടുക്കാൻ പി.ജെ. ജോസഫ് തയ്യാറായതും തൊടുപുഴയിൽ മകന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇടപാടിന്റെ ഭാഗമാണെന്ന സംശയമാണ് വിമർശകർ ഉയർത്തുന്നത്. മുന്നണിക്കുള്ളിൽ നടത്തിയ ഈ നീക്കങ്ങൾ വ്യക്തിപരമായ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ളതാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ തുറന്നു പറയുന്നത്. മുൻപ് പാർട്ടിയുടെ ശക്തമായ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന തൊടുപുഴ മണ്ഡലത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ച നിരവധി നേതാക്കളുണ്ട്. എന്നാൽ അവരെയെല്ലാം അവഗണിച്ച് നേരിട്ട് കുടുംബാംഗത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പാർട്ടിയുടെ അടിത്തറയിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. പാർട്ടിയെ കുടുംബസ്വത്തായി കാണുന്ന സമീപനമാണിതെന്നാണ് വിമർശനം. ഈ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളെയും പ്രവർത്തകരെയും അവഗണിച്ചുള്ള കുടുംബവാഴ്ചയുടെ രാഷ്ട്രീയം തുടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിക്കുമെന്ന മുന്നറിയിപ്പും ഉയരുന്നുണ്ട്. മുന്നണി രാഷ്ട്രീയത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട നേതാക്കൾ തന്നെ കുടുംബാംഗങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അത് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് വിമർശകർ പറയുന്നത്. തൊടുപുഴയിൽ ഉയർന്ന ഈ വിവാദം ഇനി വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കോൺഗ്രസിൽ ഇടയ്ക്ക് പൊങ്ങിയും ഇടയ്ക്ക് മുങ്ങിയും നിന്നിരുന്ന പേരായിരുന്നു മറിയ ഉമ്മന്റേത്. ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളും ചാണ്ടി ഉമ്മന്റെ സഹോദരി എന്ന നിലയിലുമെല്ലാം മറിയ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഉയരുന്ന ചർച്ചയിലെല്ലാം മറിയ ഉമ്മന്റെ പേരുമുണ്ട്. ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ് മറിയ ഉമ്മന്റെ പേര് ഉയർന്നത്. മറിയ ഉമ്മൻ മത്സരിക്കാനുള്ള സാധ്യത ചാണ്ടി ഉമ്മൻ മുൻപ് തള്ളിക്കളഞ്ഞിരുന്നു. മക്കളുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് ഉമ്മൻചാണ്ടി അതിര് വരച്ചിട്ടുണ്ടെന്നും അത് പാലിക്കുമെന്നുമായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. കുടുംബത്തിൽ നിന്ന് 2 പേർ മത്സരിക്കില്ലെന്നാണ് ചാണ്ടി ഉമ്മൻ മുൻപ് വ്യക്തമാക്കിയതും. മറിയയും മത്സരിക്കുന്നില്ലെന്നാണ് പറഞ്ഞതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. മുൻപ് കാഞ്ഞിരപ്പള്ളി, ചെങ്ങന്നൂർ സീറ്റുകളിലേക്കാണ് മറിയയുടെ പേര് ഉയർന്നു കേട്ടത്. പരസ്യമായി സീറ്റ് ആവശ്യപ്പെടുകയോ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടാൽ അവർ മത്സരിക്കാൻ തയ്യാറാക്കുമെന്ന സൂചന മുൻപേ വന്നിരുന്നു. കാഞ്ഞിരപ്പള്ളി സീറ്റിനായി നടത്തിയ ചരടുവലിയിലും മറിയയുടെ പേര് പൊങ്ങി വന്നു. 4 പേരുകളായിരുന്നു പ്രധാനമായും കാഞ്ഞിരപ്പള്ളി സീറ്റിനായി ഉയർന്നു കേട്ടത്. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ഫിൽസൺ മാത്യൂസ്, ജിജി അഞ്ചാനി, ആൻ സെബാസ്റ്റ്യൻ എന്നിവരാണ് മറ്റ് 3 പേർ. അതിനിടെ മറിയ ഉമ്മൻ സഭാ മേലധ്യക്ഷന്മാരെയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും സന്ദർശിച്ചതും ചർച്ചയായിരുന്നു. തിരുവല്ലയിൽ മാർത്തോമാ സഭ ആസ്ഥാനത്തെത്തി മെത്രാപ്പോലിത്തയുമായി മറിയ കൂടിക്കാഴ്ച നടത്തി. മറിയ ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ സംസ്ഥാനത്തുടനീളം UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ വൈകാരികമായ അടുപ്പം വോട്ടായി മാറുമെന്നും അത് തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ ഊർജമാകുമെന്നും പാർട്ടി കരുതുന്നുണ്ട്. ഇങ്ങനെ നെഹ്റുവിന്റെ പാരമ്പര്യം തുടർന്നാൽ ശരിയാവില്ലെന്ന നിലപാട് പ്രാദേശിക നേതാക്കളും കടുപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്ക് കാണിച്ച് കാര്യം നേടാനുള്ള മാർഗങ്ങളൊന്നും വിലപ്പോവില്ലെന്ന് അവർ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്.